നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പഴയ നോട്ട്ബുക്കിൽ പേജസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടിൻ്റെ ഐഡിയ ആയിട്ടാണ്. പഴയ നോട്ട്ബുക്ക് എല്ലാവരുടെ വീട്ടിലും കാണും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഈ സിമ്പിൾ ബോട്ടിൽ ആർട്ട് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ബോട്ടിൽ റെഡിയാക്കാം. ബ്ലാക്ക് പെയിൻറ്റ് ബേസ് കോട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു വയർ വേണം. ഞാനിപ്പോൾ പഴയൊരു ഇയർഫോണിൻ്റെ വയറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ചാർജറിൻ്റെ വയർ വേണമെങ്കിൽ എടുക്കാം. ഇനി ഇത് ബോട്ടിലിൻ്റെ മുകളിൽ ലെയർ പോലെ വള്ളിയാക്കിയിട്ട് ചുറ്റി കൊടുക്കാം. എന്നിട്ട് ഗമ്മ് വെച്ച് ഒട്ടിക്കണം. ഇത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഞാനിപ്പോൾ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഇത് ഒട്ടി കിട്ടാൻ കുറച്ച് പണിയാണ്. അപ്പോൾ ഇത് കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചു തന്നാൽ മാത്രമേ ഒട്ടുള്ളൂ. അതില്ലെങ്കിൽ ഫെവി ബോണ്ട് ആയാലും മതി. ഈ ബോട്ടിലിൽ വള്ളി പടർന്ന് നിൽക്കുന്നത് പോലെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിങ്ങനെ ഒട്ടിച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് പഴയൊരു നോട്ട്ബുക്കിലെ പേജാണ്. ഞാൻ എൻ്റെ അനിയത്തീൻ്റെ ബുക്കാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് 2 പേജ് എടുത്തിട്ടുണ്ട്. എഴുത്തുള്ള പേജസ് ആയാലും കുഴപ്പമില്ല, നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ അതറിയില്ല. ഇനി ഇതിന് കുറച്ച് കട്ട് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഗമ്മ് തേക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് തേക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ മാത്രം ഗം ഇല്ലാതായിപ്പോവും. എന്നിത് നല്ലോണം പ്രസ് ചെയ്തിട്ട് ഉണങ്ങാൻ വേണ്ടി മാറ്റി വയ്ക്കണം. എന്നിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. ഇപ്പോൾ ഇത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വരച്ചു കൊടുക്കാം ഫ്ലവേഴ്സ് ഉണ്ടാക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു ഓവൽ ഷേപ്പ് വരച്ചിട്ടുണ്ട്. ഇതേപോലെ ഓരോ പെറ്റൽസ് ആയിട്ട് വരച്ചിട്ട് വെട്ടിയെടുക്കാം. ഇനി ഇതിൻ്റെ താഴെ ഗമ്മ് തേച്ചിട്ട് 2 സൈഡിൽ നിന്നും സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഇതേപോലെ എല്ലാം ചെയ്തെടുക്കാം. ഇനി ഇതിന് കളർ കൊടുക്കണം. ഞാൻ യെല്ലോ ആണ് കൊടുക്കുന്നത്. ബ്ലാക്ക് ബോട്ടിലായതുകൊണ്ട് അതിന് യെല്ലോ ആയിരിക്കും കുറച്ചുകൂടി ചേരുക. അതുകൊണ്ടാണ് യെല്ലോ ഫ്ലവേഴ്സ് ആക്കുന്നത്. ഇതേപോലെ പല ഷേപ്പിൽ റെഡ് കളറിലെ ഫ്ലവേഴ്സും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് ബോട്ടിൽ ഒട്ടിച്ചു കൊടുക്കണം. നമ്മുടെ ഒരു ഐഡിയ വെച്ചിട്ട് ഇതൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം.
ഇതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ ഒരു ലെയർ കൂടി ചെയ്ത് കൊടുക്കാം, അപ്പോൾ ഒന്നുകൂടി കളർഫുള്ളാവും. ഞാനിപ്പോൾ ഇത്രേ ചെയ്യുന്നുള്ളൂ. ഫ്ലവേഴ്സ് എല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പടർന്ന് കിടക്കുന്ന വള്ളിയുടെ മുകളിലായിട്ട് ഫ്ലവേഴ്സ് വരുന്ന രീതിക്കാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ലീവ്സ് വേണം. അപ്പോൾ ഗ്രീൻ പേപ്പറിന്ന് ലീഫിൻ്റെ ഷേപ്പിൽ ഓരോന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൂടെ ആകുമ്പോഴേ ഫ്ലവേഴ്സിനൊരു ഭംഗി കിട്ടുള്ളൂ. അപ്പോൾ അത് ഭംഗിക്കനുസരിച്ച് എവിടേക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ അറേഞ്ച് ചെയ്ത് വയ്ക്കാം. ഇനി അവസാനത്തെ കുറച്ച് മിനുക്കുപണികളാണ് ബാക്കിയുള്ളത്. അതിനായിട്ട് മെറ്റാലിക് ഗോൾഡ് കളർ എടുക്കുന്നുണ്ട്. ഇനി ഇതൊരു അല്പം വിരലിലാക്കിയിട്ട് ഈ വള്ളിയൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ഷൈനിങ് കിട്ടും നമ്മുടെ വർക്കിന്. നോട്ട്ബുക്കിൽ പേപ്പർ വെച്ചിട്ട് ചെയ്ത ബോട്ടിൽ ആർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ഐഡിയ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇത് ഉറപ്പായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് എൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ.